പശ്ചിമേഷ്യയിൽ നീണ്ടു നിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ മാത്രമല്ല സാധാരണക്കാരായ പ്രവാസികളുടെ യാത്രാ സ്വപ്നങ്ങളെയും വലിയ തോതിൽ തകിടം മറിക്കുകയാണ്. ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷം മൂലം ആഗോള വിമാന ഇന്ധന വിലയിൽ 121% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വിലക്കയറ്റം വിമാന ടിക്കറ്റ് നിരക്കുകളിൽ വലിയ വർധനവിന് കാരണമാവുകയും ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികളടക്കമുള്ളവരുടെ യാത്രാ ചെലവ് ഇരട്ടിയാക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പശ്ചിമേഷ്യയിൽ നീണ്ടു നിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങളും അതിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്കിൽ ഉടലെടുത്ത സ്തംഭനാവസ്ഥയും ആഗോളതലത്തിൽ വിമാന ഇന്ധന വിലയിൽ അസാധാരണമായ വർധനവിന് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഫെബ്രുവരി 28 ആരംഭിച്ച അമേരിക്ക ഇസ്രായേൽ ഇറാൻ സംഘർഷം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വിതരണ പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിനെ കഴിഞ്ഞ 3 മാസമായി പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിരിക്കുന്നു. ആഗോള എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% ആശ്രയിക്കുന്ന ഈ നിർണായക ജലപാത അടഞ്ഞത് വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സ്തംഭനത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ തോതിലുള്ള ചാഞ്ചാട്ടങ്ങൾ അനുഭവപ്പെടുകയും ഇത് എണ്ണ ശുദ്ധീകരണ മേഖലയിൽ നിന്നുള്ള വരുമാനമായ ക്രാക്ക് സ്പ്രെഡ് കുത്തനെ ഉയരുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര വിപണിയിൽ ജെറ്റ് ഇന്ധനത്തിന്റെ ഉൽപാദന ചെലവ് ക്രമാതീതമായി വർദ്ധിച്ചതോടെ അത് എയർലൈനുകളെ മാത്രമല്ല സാധാരണക്കാരായ യാത്രക്കാരെയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. വിമാന ഇന്ധനത്തിന്റെ വില ഇത്തരത്തിൽ അനിയന്ത്രിതമായി ഉയർന്നതോടെ ടിക്കറ്റ് നിരക്കുകൾ പലയിടത്തും സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത നിലയിലേക്ക് കുതിച്ചുയരുകയും ആഗോള വ്യോമ ഗതാഗത മേഖലയാകെ അനിശ്ചിതത്വത്തിലാവുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ഈ യുദ്ധ സാഹചര്യം സൃഷ്ടിക്കുന്നത് ഇരട്ട പ്രഹരമാണ്. പ്രത്യേകിച്ച് സ്കൂൾ അവധിക്കാലമായ വേനൽക്കാലത്ത് കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്ന പ്രവാസികൾക്ക് ടിക്കറ്റ് നിരക്കിലുണ്ടായ അനിയന്ത്രിതമായ വർധനവ് താങ്ങാനാവാത്ത സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. വിമാന കമ്പനികൾ ഇന്ധന സർചാർജ് വൻതോതിൽ വർദ്ധിപ്പിച്ചതാണ് ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയരാൻ പ്രധാന കാരണം. ഇതിനു പുറമെ മിഡിൽ ഈസ്റ്റിലെ പല വിമാന കമ്പനികളും യുദ്ധ പശ്ചാത്തലത്തിൽ തങ്ങളുടെ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയോ പൂർണ്ണമായും റദ്ദാക്കുകയോ ചെയ്തത് സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കിയിരിക്കുകയാണ്. വിമാനങ്ങളുടെ എണ്ണം കുറഞ്ഞതോടെ ലഭ്യമായ സീറ്റുകൾക്കായുള്ള ഡിമാൻഡ് വർദ്ധിക്കുകയും അത് സാധാരണക്കാരായ യാത്രക്കാരെ വലിയ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര വ്യോമഗതാഗത അസോസിയേഷന്റെ റിപ്പോർട്ട് പ്രകാരം മിഡിൽ ഈസ്റ്റിലെ വിമാന സർവീസുകൾക്കുള്ള ഡിമാൻഡിൽ 46.6% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സീറ്റുകളുടെ ലഭ്യത കുറവും ഉയർന്ന നിരക്കുകളും കാരണം നാട്ടിലേക്കുള്ള യാത്ര അനിശ്ചിതത്വത്തിലായ പ്രവാസികൾക്ക് ഈ സാഹചര്യം വലിയൊരു മാനസികവും സാമ്പത്തികവുമായ സമ്മർദ്ദമാണ് നൽകുന്നത്. വിമാന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിലവിൽ വിമാന കമ്പനികളുടെ മൊത്തം പ്രവർത്തന ചെലവിന്റെ ഏകദേശം 60% ഇന്ധന ചെലവിലേക്ക് മാത്രമായി മാറ്റിവെക്കേണ്ട അവസ്ഥയാണുള്ളത്. ഇന്ധന ചെലവിലുണ്ടായ ഈ വൻ കുതിച്ചുചാട്ടം മൂലം എയർ ഇന്ത്യ പോലുള്ള പ്രമുഖ വിമാന കമ്പനികൾ പോലും തങ്ങളുടെ ഇന്ധന സർചാർജ് ഘടനയിൽ അടിയന്തര മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിതരായിരിക്കുകയാണ്. അന്താരാഷ്ട്ര വ്യോമയാന റൂട്ടുകളിൽ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളും നിലവിലില്ലാത്തതിനാൽ വർദ്ധിച്ചു വരുന്ന ഇന്ധന ചെലവ് നികത്താനായി ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയർത്തുകയല്ലാതെ മറ്റ് വഴികളില്ലാത്ത അവസ്ഥയിലാണ് വിമാന കമ്പനികൾ. എയർ ഇന്ത്യയുടെ ഔദ്യോഗിക കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ ഈ വില വർധനവിന്റെ കാഠിന്യം വ്യക്തമാകും. 2026 ഫെബ്രുവരി അവസാനത്തിൽ $99.4 ആയിരുന്ന ജെറ്റ് ഇന്ധനത്തിന്റെ വില വെറും 1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മാർച്ച് അവസാനത്തോടെ $195.19 എന്ന അമ്പരപ്പിക്കുന്ന നിലയിലേക്ക് കുതിച്ചുയർന്നു. ഇന്ധന വിലയിലുണ്ടായ ഈ ഇരട്ടിയിലധികം വർധനവ് വിമാന കമ്പനികളുടെ പ്രവർത്തന ലാഭക്ഷമതയെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും ഇത് ആഗോള വ്യോമയാന മേഖലയെ കടുത്ത അനിശ്ചിതത്വത്തിലേക്ക് നയിക്കുകയാണെന്നും വ്യക്തമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ ചില പ്രതീക്ഷകൾ നൽകുന്നുണ്ടെങ്കിലും ഹോർമുസ് കടലിടുക്ക് പൂർവ്വസ്ഥിതിയിലാകാൻ മാസങ്ങൾ എടുക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. സൗദി അരാംകോ സിഇഒ അമീൻ നാസർ മുന്നറിയിപ്പ് നൽകുന്നത് പ്രകാരം എണ്ണ വിതരണത്തിലെ ഈ തടസ്സങ്ങൾ 2027 വരെ ആഗോള വിപണിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ വിമാന ടിക്കറ്റ് നിരക്കുകൾ പെട്ടെന്നൊന്നും കുറയാനുള്ള സാധ്യതയില്ല. യുദ്ധത്തിന്റെ കെടുതികൾ യുദ്ധഭൂമിയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. ആകാശമാർഗമുള്ള യാത്രാ ചെലവുകൾ അപ്രാപ്യമാകുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നത് പ്രവാസികളാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സർക്കാർ തലത്തിൽ വിമാന കമ്പനികൾക്ക് കൂടുതൽ ഇളവുകൾ നൽകുന്നതും ഇന്ധന വിലയിൽ ക്രമീകരണം വരുത്തുന്നതും മാത്രമേ സാധാരണക്കാരായ യാത്രക്കാർക്ക് ആശ്വാസം നൽകുകയുള്ളൂ. പ്രവാസികളുടെ യാത്രാ സ്വാതന്ത്ര്യം പോലും ഭീഷണിയിലാകുന്ന ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര നയതന്ത്ര ഇടപെടലുകൾ എത്രയും വേഗം ഫലം കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.